നേരത്തെ നികേഷ് സംസാരിച്ച് നിർത്തിയ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഇനോഗ്രേഷൻ നടന്നു ഒരാഴ്ച മുന്നേ. അതേ സമയത്ത് ബൈഡൻ ഉപയോഗിച്ച ആ വാക്ക് പുതിയ പ്രഭുത്വം ഉദയം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ക്ലാസ് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി. ആ വർഗത്തിനെ നമ്മൾ ഒന്ന് വർഗീകരിക്കുമ്പോൾ അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പേര് കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്കിടയിൽ ഒരു ഗ്രീസിലെ പഴയ ഒരു ആഭ്യന്തരമന്ത്രി, ഒരു ഇടതുപക്ഷക്കാരനായ ആഭ്യന്തരമന്ത്രി അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്നോ ഫ്യൂഡലിസം എന്നുള്ളതാണ് ആ വാക്ക്. ഈ വാക്കിനി ഏറിയ കൂറും നമ്മളുടെ ചർച്ചയിലേക്ക് വരുമെന്നും എന്താണ് മുതലാളിത്തത്തിനെ കീഴ്മേൽ മറിക്കാൻ വരുന്ന ഭാവിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ ആ വാക്ക് ടെക്നോ ഫ്യൂഡലിസം എന്ന് അദ്ദേഹം വിളിച്ചത് ഇനി അതിനേക്കാൾ മനോഹരമായൊരു വാക്ക് ചിലപ്പോൾ വന്നേക്കാം. ക്യാപിറ്റലിസത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് എങ്ങനെയാണ് ടെക്നോ ഫ്യൂഡലിസം കടന്നു കയറുന്നത് എന്ന് പറയുന്ന യാനിസ് വറൂഫോക്കിസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു പുസ്തകമാണ് വാട്ട് കിൽഡ് ക്യാപിറ്റലിസം, ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ് 250 പേജുകളുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ മലയാള പരിഭാഷ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തു നിന്ന് ആരെങ്കിലും തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു ഗ്രീസിലെ പഴയ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് 12ാം നൂറ്റാണ്ടിലുമൊക്കെ മധ്യകാല യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഫ്യൂഡലിസം, ആ പ്രഭുത്വം എന്ന് പറയുന്നത്, ജന്മിത്തം എന്ന് പറയുന്നത് ലാൻഡ്, അതായത് മണ്ണ് അധികാരപ്പെടുത്തിയാണ്. മണ്ണും ലാൻഡും ലേബറും, മണ്ണും അധ്വാനവും അതിൻ്റെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് പ്രഭുവും അതുപോലെ തന്നെ അടിയാളന്മാരും ഉണ്ടായിരുന്നത് എങ്കിൽ അതിൻ്റെ ഒരു രീതി മാറുകയാണ്. അതിന് പകരം ഡാറ്റയാണ് പുതിയ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ, അതെങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ, എങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ 3 കുത്തക മാധ്യമ കമ്പനികളായി ഗൂഗിളും മെറ്റയും, മെറ്റ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ വലിയ കമ്പനിയുടെ പേരാണ് മെറ്റ, ആമസോണും മാറിയിരിക്കുന്നത് എന്നുള്ളതും അടക്കമുള്ള വലിയ വലിയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ടെക്നോ ഫ്യൂഡലിസത്തിനെ നമുക്കതിനെ വേണമെങ്കിൽ സാങ്കേതിക പ്രഭുത്വം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതെങ്ങനെയാണ് നമ്മളുടെ ബോധമണ്ഡലത്തിലേക്ക് കാര്യങ്ങളെ കടത്തിവിടുന്നത് എന്നും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഒരു കീഴാള വർഗമാക്കി മാറ്റുന്നത് എന്നുമുള്ളതിൻ്റെ വളരെ മനോഹരമായ, വളരെ ലളിതമായ പ്രതിപാദനം സാധ്യമാക്കിയ ഒരു പുസ്തകമാണത്. അതിനെപ്പറ്റി വേറെയും ചർച്ചകളൊക്കെ ഉണ്ടായി വരും എന്നുള്ളതിലും ഒരു തർക്കവുമില്ല. ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളിടത്ത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റിയും മറ്റുമൊക്കെയായിട്ടുള്ള നമ്മളുടെ ചിന്തകളും ഉണ്ടായി വരേണ്ടത്. ഉദാഹരണത്തിന് പണ്ട് കാലത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നിയമം വരുന്ന ഒരു സാഹചര്യത്തിൽ നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളൊരു വാക്ക്, നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളതായിരുന്നു ആ വാക്ക്. എനിക്ക് തോന്നുന്നു ആ വാക്ക് ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് ചർച്ചയിൽ വരുന്നില്ല. ആ വാക്കിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധം അതിനെ മറികടന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് തൻ്റെ സേവനത്തിൻ്റെ പരിധിയിൽ ഏതൊക്കെ ഇൻ്റർനെറ്റ് സൈറ്റുകളെ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളുടെ, ഏതൊക്കെ വാർത്താ കമ്പനികളുടെയൊക്കെ വിഭവങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും, ഏതൊക്കെ എത്തിക്കേണ്ട എന്ന് തീരുമാനിച്ച് സെൻസർഷിപ്പ് അങ്ങനെ തന്നെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു രീതിയായിരുന്നു നെറ്റ് ന്യൂട്രാലിറ്റിക്ക് എതിരെയുള്ള നിയമനിർമ്മാണം എന്നുള്ള രീതിയിൽ വന്നത്. എല്ലാവർക്കും എല്ലാതും എത്തിക്കണം എന്നുള്ള വാക്കാണ് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളെയും വിവേചനത്തിന് ഇരയാക്കരുത് എന്നും ആ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആര് തന്നെയായാലും അയാൾ കൊടുക്കുന്ന ഇൻ്റർനെറ്റിലൂടെ കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതും എന്ത് എന്ന് അവർക്ക് തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളതുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിനെയാണ് നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആ പോസിറ്റീവ് വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതും. അതുതന്നെ ഇന്ത്യയിൽ നിയമത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അതിനെ മറികടക്കാൻ, അതിനെ അട്ടിമറിക്കാനൊക്കെ ശ്രമിച്ചവർക്കെതിരെ വളരെ കൃത്യമായ രീതിയിൽ അന്നത്തെ ഇതിനെപ്പറ്റിയിട്ടുള്ള ധാരണകളുള്ളവർ ആ നിയമത്തെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നൊക്കെ തടയിടുകയൊക്കെ ചെയ്തത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2025 എത്തി നിൽക്കുന്ന നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും തോന്നും വളരെ സംരക്ഷിതമായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു സോണിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന്, നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ ചിന്തയെയും നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അതിവിദഗ്ധമായി നമ്മളുടേതല്ലാതെ ആയി കഴിയുന്ന ചിന്തകളും ബുദ്ധിയുമൊക്കെയായി നമ്മുടെ ചുറ്റും കാര്യങ്ങൾ ഉയർന്നു വരുന്നു എന്ന് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം ഇന്നലെ പത്രത്തിൽ വന്ന ആ അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി മുൻ പേജിൽ മുഴുപേജായി
മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള എല്ലാ മുഖ്യധാരാ പത്രങ്ങളും കൊടുത്ത ഒരു യൂണിവേഴ്സിറ്റിയുടേത് എന്നുള്ള രീതിയിൽ അവർ നടത്താൻ പോകുന്ന ഒരു സമ്മേളനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള 2050 എങ്ങനെയായിരിക്കും കേരളം വാർത്ത വായിക്കുക എന്നുള്ള, മലയാളത്തിലുള്ള വാർത്തകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പരസ്യമായിരുന്നു 1-ാം പേജിലെ മാർക്കറ്റിംഗ് ഫീച്ചറായിട്ട് വന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ആ പരസ്യത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിവാദമായതിലൂടെ, അത് വിവാദമാക്കിയതിലൂടെ, അത് വീണ്ടും വീണ്ടും ചർച്ചയിൽ വന്നതിലൂടെ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് എന്താണോ ആ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കുസാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒരു 6-ാമത്തെ 7-ാമത്തെ യൂണിവേഴ്സിറ്റിയായി ഇനി നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക്, നമ്മളതിനെ സബ്ലിമിനൽ പെർസെപ്ഷൻ എന്നൊക്കെയാണ് സൈക്കോളജിയിൽ പറയുക, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നു കഴിഞ്ഞു. ഇനി ആ യൂണിവേഴ്സിറ്റിയിൽ വരാൻ പോകുന്ന ഏത് കോഴ്സുകളും ഒരു പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മക്കൾ ആ യൂണിവേഴ്സിറ്റിയിൽ, അതൊരു പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്, അവിടെ ചേരും. ഇത് നല്ലതിനോ ചീത്തയ്ക്കോ എന്നുള്ളതിനും അപ്പുറം നമ്മളിലേക്ക് വിൽക്കപ്പെടേണ്ടത് എന്താണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വിൽക്കാൻ ഉറച്ചിറങ്ങുന്നവർക്ക് നമ്മൾ അതിൻ്റെ കമ്പോളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് നമ്മൾ എത്രയൊക്കെ പ്രതിരോധം തീർക്കുന്നു എന്ന് വിശ്വസിച്ചാൽ പോലും പഴുതുകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. അത് ടെക്നോളജിയിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയും. ഈ ടെക്നോളജിയുടെ ഈ വേഗതയെ, അല്ലെങ്കിൽ ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന സമ്പർക്കത്തിന്, ആശയവിനിമയത്തിന് ആളുകളെ അടുപ്പിച്ച് നിർത്തി കൊടുക്കുക, അത് അകലം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തെത്താനാണെങ്കിലും, ഒരാൾക്ക് മറ്റൊരാളെ ഫോണിലൂടെയോ, അതായത് ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യത്തിലൂടെയോ സമ്പർക്കത്തിൽ ഏർപ്പെടാനാണെങ്കിലും, ഇനിയെല്ലാം നമുക്ക് കൈമാറാനുള്ള ഡാറ്റ, ഈ ഡാറ്റയാണ് പുതിയ മൂലധനം എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, അത് കൈമാറാനുള്ളതിൻ്റെ സ്പീഡ് എന്താണ് എന്നുള്ളതിനെയൊക്കെ നമുക്ക് നിയന്ത്രിച്ച് അതിനെ ഏറ്റവും അനുകൂലമായ രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം പോസിറ്റീവായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ തന്നെ സൃഷ്ടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വശം നമ്മുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നൊരു പ്രയോഗം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നോളജ് സൊസൈറ്റി എന്നാണ് നമ്മളതിനെ വ്യാഖ്യാനിച്ചു പോന്നിരുന്നത്. ഈ വൈജ്ഞാനിക സമൂഹമാണ് കേരളം എന്നുള്ളത് നമ്മൾ പൊതുവിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും വളരെ കൃത്യമായി ആളുകളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും സ്റ്റേറ്റിന് തന്നെ വലിയ നിയന്ത്രണം ഉണ്ടാവുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടുത്തെ ജനത മാറുകയും ചെയ്ത ഒരു സമൂഹമാണ് കേരളം. നമ്മുടെ പൊതു വിദ്യാഭ്യാസവുമാവട്ടെ, പൊതു ജനാരോഗ്യ മേഖലയാവട്ടെ, അതിൻ്റെ ഗുണഗണങ്ങൾ അനുഭവിച്ചു വന്ന് നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം കൂടുന്നു, നമ്മളുടെ വിദ്യാഭ്യാസത്തിലെ നമ്മുടെ നിലവാരം കൂടുന്നു. അപ്പോൾ ഇത് രണ്ടും തന്നെയാണ് ഒരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെ മൂലധനം. അതിനോടൊപ്പം ടെക്നോളജിയുടെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ, നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിലേക്കാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, കേരളത്തെ എങ്ങോട്ട് നയിക്കാനാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് കേരളത്തിന് തനതായിട്ടുള്ള ഒരു സേവന മാർഗത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണോ, അതോ ഉൽപാദന മാർഗത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണോ, അതോ കാർഷിക മേഖലയിലുള്ള സമ്പദ് വ്യവസ്ഥയാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരമില്ലായിരുന്നു, നമ്മുടെ ഭൂപ്രകൃതിയുടേതായിട്ടുള്ള പരിമിതികൾ കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും. എന്നാൽ മാറി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിനെ ഇന്ത്യയിലെ തന്നെ നോളജ് ഇക്കോണമികളുടെ മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധ്യമാകും വിധമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നിടത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കണക്ടിവിറ്റി, ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി, അത് ബ്രോഡ്ബാൻഡിൻ്റെ സ്പീഡാവട്ടെ, ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയാവട്ടെ, നമ്മൾ K-ഫോൺ എന്ന് പറയുന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് സ്റ്റേറ്റ് തന്നെ അതിൻ്റെ ആ സ്റ്റേറ്റിലെ ഭരിക്കുന്ന ആ സംസ്ഥാനത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നും, എങ്ങനെയാണ് ജനങ്ങളെയൊക്കെ ഒരുപോലെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മാതൃകകളുണ്ട്. അതേ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് മാധ്യമം എന്ന് പറയുമ്പോൾ അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ എന്നുള്ളതിനും അപ്പുറം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാട്സാപ്പിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ സാഹചര്യങ്ങളിലൂടെ, എന്തിനേറെ പറയുന്നു, സ്ട്രീമിംഗ് എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ രീതി. നമ്മളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവായിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു. OTT എന്ന് പറയുന്ന രീതിയിൽ നമ്മളിലേക്ക് സിനിമയായിട്ടോ മറ്റുമൊക്കെ ആയിട്ട് വരുന്ന സേവനദാതാക്കൾ തരുന്ന ആ ആപ്പ് വഴി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കലാണ് മാധ്യമരംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ രീതി എന്നുള്ളത് തന്നെയാണ്. സ്ട്രീമിംഗ് റവന്യൂവിൻ്റെ പേരിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങൾ പോലും അതിലേക്കൊക്കെ ശ്രദ്ധ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളിലേക്ക് സ്ട്രീം ചെയ്തെത്തുക എന്ന് പറയുന്നത്, നമ്മളെ ക്ഷണിച്ച് നമ്മൾ അങ്ങോട്ട് എത്തുന്നതാണെങ്കിലും ശരി, നമ്മളിലേക്ക് എത്തിക്കുന്നതാണെങ്കിലും ശരി, നമ്മളറിയാതെ തന്നെ അതിലൊക്കെ നമ്മളുടേതായിട്ടുള്ള ബുദ്ധി അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതും, ആ നിക്ഷേപം നമ്മളെ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധം നമ്മളെ പാകപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും ഒക്കെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകത്ത് ഇനി അധികാരം കൈയാളുന്നവർ ടെക്നോ ഫ്യൂഡലുകളായി മാറുന്ന 5-10 കമ്പനികളായി മാറാനുള്ള സാധ്യതകളാണ് എന്നുള്ളതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിലൂടെ പറയുന്നത്. ആ കമ്പനികൾ നിയന്ത്രിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ടായിരിക്കും ലോകം ഇനി ഒരുപക്ഷെ മാറാൻ പോകുന്നതെന്നും, ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കുത്തക മുതലാളിത്തത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മൊത്തത്തിൽ മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും മാധ്യമങ്ങളുടെ നിലനിൽപ്പിനെ പറ്റിയും ഒക്കെയുള്ള ചർച്ചകൾ ഇവിടെ രണ്ട് കൂട്ടർ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. അതിനോടൊപ്പം തന്നെ ഈ പുതിയ തലമുറ എങ്ങനെയാണ് വാർത്തകളെ കൺസ്യൂം ചെയ്യുന്നത്, എങ്ങനെയാണ് വാർത്തകളെ, വസ്തുതകളെയൊക്കെ അവരിലേക്ക് അവർ അടുപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്നലെ വന്ന പത്രപരസ്യം 2050 വാർത്താ പേജ് എങ്ങനെയായിരിക്കുമെന്നാണ് പറഞ്ഞത് എങ്കിൽ അന്ന് പത്രമുണ്ടാകുമോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെയാകുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയ തലമുറ ഈ കാര്യങ്ങളെയെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്ന അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ കണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട്, അവരിൽ രാഷ്ട്രീയമുണ്ട്, അതെങ്ങനെയാണ് പരുവപ്പെടുന്നത് എന്നും അതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ വലിയ മാതൃകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ട്രംപ് മസ്ക് കോമ്പിനേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.